ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് ടോട്ടലി ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ട്രംപ് അർജസ് ഗാസ ഡീൽ ഹോസ്റ്റേജ് റിലീസ്. അതായത് ട്രംപ് ഇസ്രായേലിന് നല്ല രീതിയിലുള്ള പ്രഷർ കൊടുത്തുകൊണ്ട് ഗാസയെ ഒരു തീരുമാനത്തിലാക്കിയിട്ട് എത്രയും വേഗം ബന്ദികളെ റിലീസ് ചെയ്യാനുള്ള മാർഗത്തിലേക്ക് ഹമാസിനെ നയിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ഒരു സപ്പോർട്ടും കൂടിയാണ് ട്രംപ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് നെതന്യാഹുവിനാണ് ഈ ഒരു കോൾ ചെയ്തത്. നെതന്യാഹുവിന് കോൾ ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്കാണ് ട്രംപ് ഈ ഒരു വിഷയം പറഞ്ഞത്. അതായത് ഹമാസിനോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നല്ല ട്രംപ് പറഞ്ഞത്. പല രീതിയിലും ഹമാസ് വിജയിച്ച രീതിയിലൊക്കെ വാർത്തകളൊക്കെ ഇന്നലെ തൊട്ടേ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിക്കും ഹമാസിനെ പൂട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രായേൽ നിർണായകമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും ഗാസയ്ക്കുള്ളിൽ ഇവാക്യുവേഷൻ ഓർഡർ, പ്രത്യേകിച്ച് ജവാലിയ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ഇവാക്യുവേഷൻ ഓർഡറൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലുപരിയായിട്ട് IDF പറഞ്ഞിരിക്കുന്നത് ഇനി കൂടുതൽ, അതായത് നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 75+ ഒരു 80% സ്ഥലം ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിൻ്റെ പക്കലാണ്. ഇനി ഒരു 20% സ്ഥലം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അവിടെ ഇനി കയറി അടിക്കാൻ വേണ്ടിയിട്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ഈ ഹമാസ് പോരാളികൾ അഥവാ ഈ തീവ്രവാദികൾ തിങ്ങിപ്പാർത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കൂടുതൽ അറ്റാക്ക് ചെയ്താൽ ഒരു പക്ഷേ ബന്ദികൾക്ക് ജീവഹാനി സംഭവിച്ചേക്കാം എന്ന് IDFന്റെ സൈഡിൽ നിന്നും ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IDF കുറച്ച് കെയർഫുൾ ആയിട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ വെച്ചിട്ട് ഒരു നെഗോസിയേഷൻ ചെയ്ത് ബന്ദികളെ റിലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഹമാസിനോട് ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. ആ കാര്യം കൂടി നമ്മളിവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ഏതെങ്കിലും രീതിയിൽ വിതിൻ 1 or 2 വീക്സിൽ ഗാസയ്ക്കുള്ളിൽ ഒരു തീരുമാനം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഒരു ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം, നിർദ്ദേശം എന്ന് വേണമെങ്കിൽ പറയാം, റിക്വസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഗാസയ്ക്കുള്ളിൽ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ കെയിം വെരി ക്ലോസ് ടു കില്ലിംഗ് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ കട്ട്സ്. അതായത് ഇസ്രായേൽ കട്ട്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു റോയ് മിസ്രായ് പറഞ്ഞ് ഒരു ചാരൻ, ഈ ചാരൻ ഈ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തേക്ക് എക്സ്പ്ലോസീവ് കുഴിച്ചിട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഷിൻബെറ്റാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ അതിൽ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിൽ നിന്നും ഇസ്രായേൽ ഗഡ്സിന് രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ്. അതായത് ഒരു സൈഡിൽ ഇസ്രായേലും അമേരിക്കയും ഓപ്പണായിട്ട് തന്നെ ആയത്തുള്ള കമ്പനിയെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് നിന്നെ തട്ടിക്കളഞ്ഞേനെ, നിന്നെ ഞങ്ങൾ ജീവനോടെ വെച്ചിരിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണെന്ന് കരുതിക്കോ, നിന്റെ മരണം ഒരു നശിച്ച മരണമായിട്ട് ആയിത്തീരേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ നൈസിൽ, കാരണം ഇസ്രായേലിൻ്റെ മൊസാദ് ടീമുകൾ ഇറാൻ്റെ ഉള്ളിൽ തകൃതിയായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനും അവർക്ക് പറ്റിയ രീതിയിൽ സ്പൈ വർക്കുകൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൊസാദിൻ്റെ ആ ഒരു കപ്പാസിറ്റിയിൽ നടത്തുന്നെങ്കിലും മൊസാദിൻ്റെ ആ ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്രമാത്രം എഫക്റ്റീവായിട്ട് അവരെ കൊണ്ട് നടത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ചെറിയ തോതിൽ ചില നിർണായക ടാർഗറ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിലും നടത്തുന്നുണ്ട്, അമേരിക്കയുടെ ഉള്ളിലും നടത്തുന്നുണ്ട്. അമേരിക്കയിൽ 170 പേരോളം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിയൻ വംശജരായിട്ടുള്ള ആൾക്കാർ 130 പേരെ ഓൾറെഡി ഡീറ്റെയിൻ ചെയ്തു. അതുപോലെ ഷിൻബെറ്റ് ഒരു മേജർ ഓപ്പറേഷൻ, ഹമാസ് നടത്താനിരുന്ന ഒരു മേജർ ഓപ്പറേഷൻ, അത് ശരിക്കും വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലാണ്, ഹെബ്രോണിൽ വെച്ചിട്ടാണ് ഈ ഒരു അറസ്റ്റ് സംഭവിച്ചത്. അതായത് മാസീവായിട്ടുള്ള ഒരു ആക്രമണം, ഈ യുദ്ധം ഗാസ യുദ്ധം നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ മാസീവായിട്ടുള്ള ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് ഈ ഹമാസിൻ്റെ ടീം. അങ്ങനെ ഷിൻബെറ്റിൻ്റെ സെക്യൂരിറ്റി ഏജൻസിയുടെ സപ്പോർട്ടോട് കൂടി ഈ നെറ്റ്വർക്കിനെ തകർത്ത് കൃത്യമായി ഒരു 60 പേരെയും പൊക്കിയിരിക്കുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്. 22ഓളം ആയുധങ്ങളുണ്ടായി, 22ഓളം പീസ് ആയുധങ്ങളുണ്ടായിരുന്നു. കുറേ തോക്കുകളുണ്ട്, അത് കൂടാതെ കുറേ വെടിക്കോപ്പുകൾ, അങ്ങനെ എയർ ബോംബുകൾ, ഇങ്ങനത്തെ പല സംഗതികൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. യവന്മാരും അവിടെ വീടിൻ്റെ ഉള്ളിൽ അടിയിൽ കുഴി കുഴിച്ച് ലാഡറിട്ട് ഇറങ്ങിപ്പോയി അകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ 60 പേരും. യവന്മാർക്ക് കുഴി കുഴിച്ചുള്ള പരിപാടിയേ ഉള്ളൂ, കുഴി കുഴിക്കാത്തുള്ള പരിപാടിയേ ഇല്ല. കംപ്ലീറ്റ് ടണൽ, കുഴി കുത്തി അകത്ത് ഇറങ്ങിയിരിക്കുക, ഇങ്ങനെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പരിപാടി. ഈ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും യവന്മാർ ഇത് 60 പീസ് ആയുധങ്ങൾ, തോക്ക് ഉൾപ്പെടെയുള്ള പല പല സാമഗ്രികളുണ്ട്. ഇതെല്ലാം തന്നെ IDF വളരെ വൃത്തിയായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ IDF കുറേ തീവ്രവാദികളെ സദൻ സിറിയ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്രായേലിൻ്റെ മിലിറ്ററി 210 ബഷാൻ ഡിവിഷനാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുപോലെ IAEA വീണ്ടും ഒരു അലേർട്ട്, ഇറാൻ കുഡ് എൻറിച്ച് ഫിസൈൽ മെറ്റീരിയൽ വിതിൻ മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഒരു സൈഡിൽ കൂടെ അവരുടെ കയ്യിലുള്ള എൻറിച്ച്ഡ് യുറേനിയം കൊടുത്തിട്ട് യെല്ലോ കേക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ യെല്ലോ കേക്ക് കൊടുക്കും എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. പിന്നെ എൻറിച്ച് യുറേനിയം മേടിക്കാൻ പോകുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ ട്രസ്റ്റ് വർത്തി, ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇതേ ഒരു ഡ്രാമയാണെന്നും കൂടി ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് ഇറാൻ ഇങ്ങനെ കൊടുക്കുന്നത് പോലെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും കൊടുത്തു എന്ന് ചിലപ്പോൾ വരുത്തി തീർക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ ഓൾറെഡി തന്നെ ആ ഒരു യുറേനിയം കൈമാറി എന്ന് വരുത്തി തീർക്കാനും കൂടി വേണ്ടിയിട്ട് നടത്തുന്ന നാടകമായിട്ടാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. കാരണം ഇത് IAEAയുടെ പ്രസൻസിൽ നടത്തിയാൽ ഓക്കെയാണ്. പക്ഷേ IAEA സ്റ്റോപ്പ് ചെയ്ത് ഇറാൻ്റെ ഉള്ളിൽ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ ബാക്ക് സൈഡിലൂടെ അവർക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യുറേനിയം കൈമാറുന്നു, വേറെ രാജ്യത്തേക്ക് കൊടുക്കുന്നു,
ഞങ്ങൾക്ക് അതിന് പകരം യെല്ലോ കേക്ക് തന്നാൽ മതി. ഈ യെല്ലോ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേന്ന് ഇനി എൻറിച്ച്മെന്റ് ചെയ്യണം. അപ്പോൾ അതായത് അവർക്ക് എനർജിക്ക് വേണ്ടിയിട്ട് എൻറിച്ച്മെന്റ് ചെയ്യാം. അപ്പം ബിലോ 20, അതായത് 5%, 7% ആ രീതിയിൽ എൻറിച്ച്മെന്റ് ചെയ്ത് അവർക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് അവർ യെല്ലോ കേക്ക് ചോദിക്കുന്നത്. ഇതൊക്കെ വെറും നാടകങ്ങൾ മാത്രമാണ്. ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഈ മേടിക്കുന്ന രാജ്യം ഏതാണ്, പിന്നെ അവർക്ക് ഈ 60% എൻറിച്ച്ഡ് യുറേനിയം എന്തിനാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറും നാടകമാണ്. ഈ ഇറാന്റെ ഈ രീതിയിലുള്ള കലാപരിപാടികൾ ഒന്നും തന്നെ നടക്കത്തില്ല എന്നാണ് IAEA പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 3 ദിവസത്തിന് മുമ്പ് UK ഒരു പ്രോഗ്രാം, ആ മ്യൂസിക് ഫെസ്റ്റിവലാണത്. ആ മ്യൂസിക് ഫെസ്റ്റിവലിൽ ഗ്ലാസ്റ്റൺബറിയിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത്. മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ബോബി വില്ലേന്റെ മ്യൂസിക് ഫെസ്റ്റിവലാണ്. ബോബി വില്ലേൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അയാൾ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ അയാൾ ഫ്രീ പാലസ്തീൻ, കാരണം UK മൊത്തത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ബഹളമാണ് ഇവിടെ. അപ്പോൾ ആ രീതിയിൽ ഇസ്ലാമിസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്ന ആ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിൽ പോയിട്ട് അപ്പോൾ ഫ്രീ പാലസ്തീൻ്റെ ഫ്ലാഗ് അവിടെ പൊക്കിക്കൊണ്ട് പലരും ഫ്രീ പാലസ്തീൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ക്രൗഡ് മൊത്തം ഫ്രീ പാലസ്തീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത് അവർക്ക് കുറച്ചുകൂടെ ഊർജ്ജം നൽകുന്ന രീതിയിൽ ഡെത്ത് എന്ന് പറയുകയും IDF ഡെത്ത് IDF എന്നാണ് പറഞ്ഞത്. But have you heard this one though? Death to the IDF. 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 Hell yeah, from the river to the sea, Palestine must be, will be, inshallah, it will be. അപ്പോൾ ഇത് ഈ ഫ്രീ പാലസ്തീൻ നിങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അഥവാ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കീഴിൽ വരുന്നതാണെന്നുണ്ടെങ്കിലും മറ്റേ വേർഡ് ഡെത്ത് എന്ന് പറഞ്ഞില്ലേ, ആ സാധനം ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ല. അപ്പോൾ അതിന്റെ പേരിൽ കേസ് എടുക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ UK ഈ രീതിയിൽ കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം UK പല രീതിയിലും ഈ ഒരു പാകിസ്ഥാനികളായിട്ടുള്ള ആ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ ഇൻഫ്ലുവൻസ്, അതായത് ഗ്രൂമിംഗ് ഗ്യാങ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ് UK മുഴുവനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഈ ബോബി വില്ലേന്റെ മേളിലൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പം ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് വൈറലായിട്ടുണ്ട്. UK ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതുപോലെ ഇന്നലെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു ആക്രമണം, ഏതാണ്ട് 16ഓളം മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സെക്യൂരിറ്റി സർവീസിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഇത് ശരിക്കും ഈ വസീറിസ്ഥാൻ എന്ന് പറഞ്ഞ ഭാഗത്താണ്, നോർത്ത് വസീറിസ്ഥാൻ ഭാഗത്താണ് ഈ ഒരു ആക്രമണം നടന്നത്. അതായത് പൊട്ടിത്തെറിയാണ്. അതായത് തെഹ്രീക്ക് താലിബാനിൽപ്പെട്ട ആൾക്കാരാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ ഒരു അഫ്ഗാനിസ്ഥാന്റെ ആ ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു നോർത്ത് വസീറിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസീറിസ്ഥാന്റെ സൈഡിൽ കുറേ വില്ലേജുകളൊക്കെ, ഈ വസീറിസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിൽ അഫ്ഗാനിസ്ഥാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ നോർത്ത് വസീറിസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ അഫ്ഗാനിസ്ഥാൻ ഓൾറെഡി തന്നെ അവരുടെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ കുറേ വില്ലേജുകളൊക്കെ അവർ കയറി പിടിച്ചിട്ടുണ്ട്. കുറേ പാകിസ്ഥാനി സെക്യൂരിറ്റി പോസ്റ്റുകളെല്ലാം തന്നെ, ഈ ബോർഡറിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ അവർ കയറി പിടിച്ചിട്ടുണ്ട്, പണ്ടേ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലാണ് ഈ ഒരു നോർത്ത് വസീറിസ്ഥാൻ എന്ന് പറയുന്നത്, അവിടെ ഒരു പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറിയിൽ ശരിക്കും 16 പേരോളം പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥരാണ്, മിലിറ്ററി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. അതായത് പാകിസ്ഥാന്റെ ഒരു അവസ്ഥയെ തീവ്രവാദത്തിനെ കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ബലൂചിസ്ഥാനികളുടെ ആക്രമണം, ഇപ്പുറത്ത് തിരിഞ്ഞാൽ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ നിന്നും തെഹ്രീക്ക് താലിബാനികളുടെ ആക്രമണം, അങ്ങോട്ട് തിരിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള ആക്രമണം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിന്ധ് പ്രൊവിൻസിൽ അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് സിന്ധികൾ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം. ഇനി പഞ്ചാബികളാണെന്നുണ്ടെങ്കിൽ എല്ലാം അവർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളവും എല്ലാം അവർ തന്നെ അങ്ങ് സുഭിക്ഷമായിട്ട് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മിലിറ്ററിയിൽ എന്തെങ്കിലും ഫണ്ട് കിട്ടിയാൽ പോലും അവർ തന്നെയാണ് അതിൻ്റെ അവകാശികളായിട്ട് എടുത്ത് വെച്ച് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും നാളും ഇന്ത്യ എടുത്ത് വെള്ളം വേണം എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവർ ഇപ്പം വെള്ളം വേണ്ട എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല മഴ, ഫ്ലഡാണ് അവിടെ വെള്ളപ്പൊക്കമാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ പല വീടുകളും മുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. പാകിസ്ഥാനിൽ ഇപ്പം തുടർച്ചയായിട്ട് കുറേ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഈ ഒരു വെള്ളപ്പൊക്കം. അപ്പോൾ ആ ഒരു വെള്ളപ്പൊക്കത്തിൽ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്പസ്വല്പം അവിടേക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇനിയിപ്പം ഈ ഒരു വെള്ളക്കെട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉള്ള കൃഷിയും കൂടെ നശിക്കുന്ന സാഹചര്യത്തിലോട്ട് പോവാണ് പാകിസ്ഥാൻ. നെതന്യാഹുവും ട്രംപും നടത്തിയ ഫോൺ കോളിൽ സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനമായിട്ട് എത്രയും വേഗം ഈ ഗാസയിലെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക, അബ്രഹാം അക്കോർഡ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുപോലെ ഗാസയ്ക്കുള്ളിൽ ജബാലിയ, ഗാസ സിറ്റി രണ്ട് സൈഡിലുള്ള ആൾക്കാരെ മൊവൈസി ഏരിയയിലേക്ക് മൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എവാക്യുവേറ്റ് ചെയ്തിട്ട് മൊവൈസി ഏരിയയിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജബാലിയ, ഗാസ സിറ്റി രണ്ട് ഏരിയയിലും ഇസ്രായേൽ, അതായത് ഞാൻ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പോർഷൻ, ഈ ജബാലിയ, ഗാസ സിറ്റി ഈ ഭാഗത്ത് ശക്തമായ രീതിയിൽ ആക്രമണം നടത്താൻ IDF തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ബന്ദികൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാത്ത അവസ്ഥയിൽ, അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഹമാസ് പുറത്തുവിടാത്ത അവസ്ഥയിൽ നമ്മൾ വെറുതെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. കാഷ്വാലിറ്റീസ് വരും ഉറപ്പാണ്, എന്നാലും നമുക്ക് കയറി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് IDF തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ഇറാൻ ആണെങ്കിൽ ഇറാൻ്റെ ഉള്ളിൽ കുറേ ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇത് പണ്ടേ അവരവിടെ താമസിക്കുന്നതാണ്, ഇവിടെ ഇസ്രായേലിലോട്ട് അവർ വരാത്തതാണ്. പക്ഷേ
കുറേ ആൾക്കാർ പണ്ട് തന്നെ ഇറാന്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്ന് താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഫോൺ കോൾ സംഭാഷണം ഇവരുടെ ഇടയിലൊക്കെ നടക്കും. കുടുംബം, ഫാമിലി മെമ്പേഴ്സാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. കുറേ ആൾക്കാർ ഇസ്രായേലിലുണ്ട്, അവരുടെ ബന്ധുക്കൾ. ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഈ ജൂവിഷ് കമ്മ്യൂണിറ്റിയെ ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഈ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ എൻക്വയറിക്ക് വിളിച്ചിരിക്കുകയാണ്. ഇവർ വിളിച്ച ഫോൺ കോളുകൾ, ഇവരെന്താണ് സംസാരിച്ചത്, അതായത് ഇവരുടെ അടുത്താണ് ഇപ്പോഴത്തെ ഡൗട്ട്. അതായത് ഈ സ്പൈ ആയിട്ട് വരുന്ന ആൾക്കാർ, ഈ മൊസാദുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവർ ത്രൂ ലിങ്ക് ചെയ്ത് വന്നതാണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇറാൻ. അതുപോലെ തന്നെ ഈ മൊസാദിന് വേണ്ടിയിട്ട് പണിയെടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടികൂടിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ടാർഗറ്റ് അഫ്ഗാനിസ്ഥാൻ സിറ്റിസൺസ് ഇൻ ഇറാൻ, ഇറാന്റെ ഉള്ളിലുള്ള അഫ്ഗാനികളെയൊക്കെ IRGC ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ബോംബിട്ട സൈറ്റുകളിലൊക്കെ ഇറാൻ ബുൾഡോസറൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ ആ സ്ഥലം മാന്തി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇമേജ് മാക്സർ എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ അവിടെ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഇതിനെക്കുറിച്ച് വളരെ പേ അറ്റൻഷൻ ചെയ്തുകൊണ്ടാണ് IAEA ചീഫ് റാഫേൽ ഗ്രോസി പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരവിടെ പണി തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റാഫേൽ ഗ്രോസി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ എവിൻ പ്രിസണിൽ നടത്തിയ ആക്രമണത്തിൽ 71 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാന്റെ ജുഡീഷ്യറി തന്നെ പറഞ്ഞിരിക്കുന്നത്. എവിൻ പ്രിസണിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് ബിയോണ്ട് മിലിറ്ററി, അതായത് ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് ഇറാന്റെ ഉള്ളിൽ, മൊസാദിന്റെ ഇൻഫ്ലുവൻസ് എന്ന് എനിക്ക് പറയാം. ഇസ്രായേൽസ് ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻസ് ബിയോണ്ട് മിലിറ്ററി, അതായത് ഇറാന്റെ IRGC എന്ന് പറഞ്ഞ ഖുദ്സ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒഫീഷ്യൽ മിലിറ്ററിയെ മറികടക്കുന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് ഇറാന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഇറാന്റെ ഉള്ളിലെ ഓപ്പോസിഷൻ ലീഡേഴ്സ് പറയുന്നുണ്ട്. അത് ഗ്രീൻ മൂവ്മെന്റ് ലീഡർ എന്ന് പറഞ്ഞ മെഹ്ദി ഖറൂബിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. കാരണം ആ രീതിയിൽ ഇറാന്റെ ഉള്ളിൽ ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഡെയിലി 1-2 ആക്രമണങ്ങൾ, അവിടെ എവിടെയൊക്കെയുള്ള പൊട്ടിത്തെറികൾ, ഡ്രോൺ പറക്കുന്നത്, ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ അവർക്ക് ഒരു ഫിയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു പാനിക് മോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.